Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin, arrahmanir rahim, maliki yaumiddin. Wassalatu wassalamu al-atammanil akmalani ala khatamil anbiya'i wal mursalin, nabiyyina Muhammadin wa ala alihi wa ashabihi ghurril mayamin, wa ala azwajihi ummahatil mu'minin, wa ala tabi'in wa man tabi'ahum bi ihsanin ila yaumiddin. Thumma ma ba'du, fa inna asdaqal kalami kalamullah wa khairal hadi hadi Muhammadin sallallahu alaihi wasallam wa syarral umuri muhdatsatuha wa kullu muhdatsatin bid'ah wa kullu bid'atin dhalalah wa kullu dhalalatin finnar. ബഹുമാന്യരെ, സത്യവിശ്വാസികളെ, മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. നമ്മുടെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളാണ്. വിശിഷ്ടങ്ങളായ അത്യുത്തമങ്ങളായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംജ്ഞകളാണ്. ആ പേരുകൾ അറിയിക്കുന്ന ആശയങ്ങൾ, തേട്ടങ്ങൾ, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിധികൾ, വിഷയങ്ങൾ, ഇതൊക്കെയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അൽ ഗഫാർ എന്ന അള്ളാഹുവിൻ്റെ പേരിൻ്റെ പൊരുളുകളാണ് ഇവിടെ തേടിയത്, ചില ചരിത്ര സംഭവങ്ങളെ അനുസ്മരിച്ചുകൊണ്ട്. ഇന്ന് അള്ളാഹുവിൻ്റെ അൽ ഗാഫിർ എന്ന നാമം, അതുമായി ബന്ധപ്പെട്ട ചില ചരിത്ര സംഭവങ്ങൾ, പ്രസ്തുത നാമത്തിൻ്റെ പൊരുളുകളും തേട്ടങ്ങളും വിധികളും മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ പറഞ്ഞു, അള്ളാഹു വിശാലമായി പൊറുക്കുന്നവനാണ്, മാപ്പരുളുന്നവനാണ്. അള്ളാഹു അരുളുന്ന പാപമോചനം അത് അവൻ്റെ അടിയാറുകൾക്ക് ഏവർക്കുമാണ്, അവരുടെ തെറ്റുകുറ്റങ്ങൾ എത്ര വലുതായാലും. പക്ഷേ അള്ളാഹുവിനോട് മാപ്പിരക്കുന്ന, പൊറുക്കലിനെ തേടുന്ന ഒരു മനസ്ഥിതി ആ ദാസൻ സമ്പാദിക്കണം എന്നുള്ളതാണ്. വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹു സുമ്മ യസ്തഗ്ഫിരില്ലാഹ് യജിദില്ലാഹ ഗഫൂറർ റഹീമ. വമൻ യഅമൽ സൂഅൻ, ഒരാൾ ഒരു തെറ്റ് ചെയ്തു, ആരാവട്ടെ, തെറ്റെന്താവട്ടെ ചെയ്തു. ഔ യദ്ലിം നഫ്സഹു, അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ ഒരാൾ അന്യായം ചെയ്തു. സുമ്മ യസ്തഗ്ഫിരില്ലാഹ്, അതിനപ്പുറം അവൻ അള്ളാഹുവിനോട് പാപം പൊറുക്കുവാൻ തേടിയാൽ യജിദില്ലാഹ ഗഫൂറർ റഹീമ, അള്ളാഹുവിനെ അവന് കണ്ടെത്താൻ സാധിക്കും പാപം പൊറുക്കുന്നവനും കരുണ ഏകുന്നവനുമായി. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മളെ ഉണർത്തിയതാണ്. തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ വലുതാകട്ടെ ചെറുതാകട്ടെ മനുഷ്യരിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ പ്രകൃതാണല്ലോ മനുഷ്യർക്കുള്ളത്. പക്ഷേ അതിനപ്പുറം അള്ളാഹുവിനോട് പൊറുക്കാൻ ഇരക്കുന്ന, മാപ്പാക്കാൻ അപേക്ഷിക്കുന്ന ഒരു മനസ്ഥിതി ഉണ്ട് എങ്കിൽ അള്ളാഹു ഗഫൂറാണ്, അതോടൊപ്പം അള്ളാഹു റഹീമുമാണ്. അള്ളാഹു പാപം പൊറുക്കും, കരുണ കടാക്ഷിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. വഇന്നി ലഗഫാറുൻ ലിമൻ താബ് വആമന വഅമില സ്വാലിഹൻ സുമ്മ ഇഹ്തദ. വഇന്നി ലഗഫാറുൻ, അള്ളാഹു പറയാണ്, ഞാൻ നന്നായി പാപം പൊറുക്കും. അത് അള്ളാഹു ആണയിട്ട് പറയണം. ലഗഫാറുൻ,
ആർക്ക്? ലിമൻ താബ് വ ആമന വ അമില സ്വാലിഹ. പശ്ചാത്തപിച്ച് മടങ്ങുന്നവന്, വിശ്വസിച്ചവന്, സുഹൃതം പ്രവർത്തിക്കുന്നവന് എന്നല്ലാഹു പറയുന്നു. അപ്പം അള്ളാഹുവിലേക്ക് കേടിച്ച് മടങ്ങുന്ന, വിശ്വാസം ഉൾക്കൊള്ളുന്ന, സുഹൃതം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഗതകാലങ്ങളിൽ വന്നു പോയത്, തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയത് അതെത്ര വലുതാകട്ടെ, അള്ളാഹു പൊറുക്കും, അള്ളാഹു മാപ്പരുളും എന്നുള്ളതാണ്. ഒരു ചരിത്ര സംഭവം, ഇമാം അബൂദാവൂദ് നിവേദനം ചെയ്യുന്ന സഹിഹായ സംഭവം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കാന റജുലാനി ഫി ബനി ഇസ്രായീൽ മുതആഖിയൈ. ഇസ്രായേല്യരിൽ 2 പേർ, ഇസ്രായേല്യരിൽ 2 ആളുകൾ, അവർ സഹോദരങ്ങളായിരുന്നു, കൂട്ടുകാരായിരുന്നു. ഫകാന അഹദുഹുമാ യുദ്നിബ്. കൂട്ടുകാരിൽ ഒരാൾ തെറ്റുകൾ ചെയ്യുന്ന പ്രകൃതമായിരുന്നു, തെറ്റ് ചെയ്യും. വൽ ആഖർ മുജ്തഹിദുൻ ഫിൽ ഇബാദ. അപരനാകട്ടെ ഇബാദത്തിൽ മുജ്തഹിദാണ്. മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ പരിശ്രമി, നന്നായി ഇബാദത്ത് എടുക്കുന്ന ആളാണ് ഒരാൾ. മറ്റൊരാളാ അയാൾ തെറ്റ് ചെയ്യുന്നവനുമാണ്. ഫകാന ലാ യസാലുൽ മുജ്തഹിദു യറൽ ആഖറ അല ദം ഫയഖൂൽ അക്സിർ. ആരാധനയിൽ അധ്വാനിക്കുന്നവൻ അപരൻ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോഴൊക്കെ അവനോട് പറയും, നിർത്ത് നിർത്ത്, മതിയാക്ക് എന്ന്. അങ്ങനെ ഇരിക്കെ ഫവജദഹു യൗമൻ അലാ ദംബിൻ. ഒരു തെറ്റ് ചെയ്യുന്നത് ഈ വ്യക്തി സുഹൃത്തിൽ കാണാണ്. അപ്പോൾ വീണ്ടും പറഞ്ഞു, അക്സിർ, ചെയ്യല്ലേ, നിർത്ത് എന്ന് പറഞ്ഞു. അപ്പം ആ തെറ്റ് വന്നു പോകുന്ന വ്യക്തി പറഞ്ഞു, ഖല്ലിനി വറബ്ബി അബുഇസ്ത അലയ്യ റഖീബൻ. ഖല്ലിനി വറബ്ബി എന്ന് പറഞ്ഞാൽ എന്താ? തെറ്റ് ചെയ്യണോ പറയാണ്, എന്നെ വിട്, എൻ്റെ റബ്ബൻ്റെ കാര്യം നോക്കിക്കോളും. നിന്നെ എനിക്കൊരു നിരീക്ഷകനായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു. എനിക്കൊരു നിരീക്ഷകനായിട്ട് നീ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ, അതുകൊണ്ട് എന്നെ വിട്ടുള്ള റബ്ബിനോട് ഞാൻ തേടിക്കോളാം എന്ന രീതിയിൽ അയാൾ പ്രതികരിച്ചു. അപ്പോൾ ഈ ഇബാദത്തിൽ പരിശ്രമിക്കുന്ന ആ മനുഷ്യൻ പറയാണ്, വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലക്. അള്ളാഹുവാണ് സത്യം, അള്ളാഹു നിനക്ക് പൊറുക്കൂല. അള്ളാഹുവാണ് സത്യം, അള്ളാഹു നിനക്ക് പൊറുക്കൂല എന്ന് അയാൾ സുഹൃത്തിനോട്. ചിലർ പറയൽ ഔലാ യുദ്ഖിലുകല്ലാഹുൽ ജന്ന, അള്ളാഹു നിന്നെ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂല എന്ന് ആണയിട്ട് സത്യം ചെയ്ത് ഈ വ്യക്തി സുഹൃത്തിനോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫഖബദല്ലാഹു അർവാഹഹുമ. ഈ 2 ആളുകളുടെയും ആത്മാക്കളെ അള്ളാഹു പിടികൂടി, എന്നാൽ 2 ആളെയും മരിപ്പിച്ചു. അങ്ങനെ ഫജ്തമഅ ഇൻദ റബ്ബിൽ ആലമീൻ, ലോകരുടെ റബ്ബായ അള്ളാഹുവിങ്കൽ ഈ 2 ആളുകളും ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ഒന്ന് തെറ്റ് ചെയ്യുന്ന ആളായിരുന്നു, അപരൻ ഇബാദത്തിൽ അധ്വാനിക്കുന്ന ആളാണ്. 2 ആളെ അള്ളാഹു തൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ഫഖാല ലി ഹാദൽ മുജ്തഹിദ്, ആരാധനയിൽ അധ്വാനിക്കുന്ന ആ വ്യക്തിയോട് അള്ളാഹു ചോദിക്കുകയാണ്, അകുൻത ബി ആലിമൻ ഔ കുൻത അലാ മാ ഫീ യദി ഖാദിറൻ. നിനക്ക് എന്നെക്കുറിച്ച് നല്ല ജ്ഞാനം ഉണ്ടായിരുന്നോ? എൻ്റെ കയ്യിലുള്ളത് എന്നെ തോൽപ്പിച്ച് വാങ്ങാൻ മാത്രം നീ കരുത്തനായിരുന്നോ? ഇതാണ് അള്ളാഹിൻ്റെ ചോദ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഒരിക്കലും പൊറുക്കൂല എന്ന് അള്ളാഹുവിൽ സത്യം ചെയ്ത് പറയാൻ മാത്രം നിനക്ക് എന്നെക്കുറിച്ച് ജ്ഞാനം ഉണ്ടായിരുന്നോ? അതാണ് അള്ളാഹിൻ്റെ ചോദ്യം. അല്ലെങ്കിൽ അള്ളാഹു നൽകുന്നത് തടയാൻ, തടഞ്ഞത് കൊടുക്കാൻ കെൽപ്പുറ്റവനായിരുന്നോ നീ എന്ന അർത്ഥത്തിൽ അള്ളാഹു അയാളെ ചോദ്യം ചെയ്തു. എന്നിട്ടെന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വഖാല ലിൽ മുദ്നിബ്, കുറ്റം ചെയ്തിരുന്ന വ്യക്തിയോട് അള്ളാഹു പറഞ്ഞു, ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്ന ബിറഹ്മതി, നീ സ്വർഗത്തിൽ പ്രവേശിക്ക് എൻ്റെ കാരുണ്യാതിരേകത്താൽ, പടച്ചവൻ്റെ കാരുണ്യത്താൽ അവനോട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറഞ്ഞു. വഖാല ലിൽ ആഖർ,
അപരനോട് പറഞ്ഞു ഇദ്ഹബു ബിഹി ഇലന്നാർ, അവനെ നരകത്തിലേക്ക് ഇടാൻ പറഞ്ഞു, നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി അബൂ ഹുറൈറ റളിയല്ലാഹു തആല എന്ന് പറയാണ്, വല്ലദീ നഫ്സി ബിയദി, വല്ലദീ നഫ്സി ബിയദി എന്ന അല്ലാഹുവാണ് സത്യം, ലതകല്ലമ ബികലിമത്തിൻ ഔബഖത് ദുനിയാഹു വആഖിറതഹു എന്നാണ്. ആ ഒരു വാക്ക്, അല്ലാഹുവാണ് സത്യം, അല്ലാഹു നിനക്ക് ഒരിക്കലും പൊറുക്കൂല എന്ന് പറഞ്ഞില്ലേ, ആ ഒരു വാക്ക് അതേ പറഞ്ഞിട്ടുള്ളൂ. അത് അയാളുടെ ദുനിയാവും ആഖിറവും പരാജയപ്പെടുത്തി, നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഈ ഒരു സംഭവം നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയത് പറഞ്ഞത് എന്തിനാ? അള്ളാഹു അതിയായി പാപം പൊറുക്കുന്നവനും നന്നായി മാപ്പരുളുന്നവനാണ്. അള്ളാഹുവിൻ്റെ ഈ വിശാല മനസ്കതയിൽ, പാപം പൊറുക്കുന്നതിലുള്ള അള്ളാഹുവിൻ്റെ വിശാലമായ അരുൾപ്പാടിൽ ഒരിക്കലും ഒരാളും നിരാശപ്പെടാൻ പാടില്ലതല്ല, ഒരാളെയും നിരാശപ്പെടുത്താനും പാടുള്ളതല്ല. അത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. അള്ളാഹു പൊറുക്കും, അള്ളാഹു മാപ്പാക്കും, ഇതാണ് ആളുകളോട് പറയേണ്ടത്. പക്ഷെ എന്ത് വേണം? തെറ്റ് ചെയ്യുന്നവർ തെറ്റ് അവസാനിപ്പിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങണം. അത് ആരായാലും, എത്ര തെറ്റ് ചെയ്തവനായാലും അള്ളാഹു പൊറുക്കും, അള്ളാഹു സ്വീകരിക്കും എന്നേ പറയാവൂ. തെറ്റ് ചെയ്യുന്നവരെ കണ്ടാൽ അനക്കൊന്നും ചങ്ങായി അള്ളാഹു ഒരിക്കലും പൊറുക്കൂല, അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹു നിനക്കൊന്നും ഒരിക്കലും സ്വർഗം തരൂല്ല എന്ന് പറയാൻ പാടില്ല. കാരണം എന്താ? അള്ളാഹു വിശാലമാക്കിയത് നമ്മൾ ഇടിസാക്കാൻ പാടില്ല. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതാണ് ആറാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ സന്ദേശം. ഒരു ആറാബി, ഗ്രാമീണ ബദു, വേണ്ടത്ര വിവരങ്ങളില്ല, സാംസ്കാരികതയുടെ ലെവലേശം അയാളിൽ തീണ്ടിയിട്ടില്ല, അങ്ങനെയാണ് ആറാബി. അതുകൊണ്ടാണ് മദീനത്തെ പള്ളിയിൽ മസ്ജിദ് നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുചരന്മാരും ഇരിക്കവേ പള്ളിയിൽ വന്നിട്ട് അയാൾ നിന്ന് മൂത്രമൊഴിച്ച്. മസ്ജിദ് നബവിയിൽ നബിയുണ്ട്, സഹാബത്തുണ്ട്. ആറാബി കടന്നു വന്നിട്ട് എന്ത് ചെയ്തു? പള്ളിയിൽ വന്നിട്ടും നിന്ന് മൂത്രമൊഴിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ആളുകൾ ബഹളം വെച്ചപ്പോൾ റസൂലുള്ള ആളുകളെ ഒതുക്കി ആറാബി തൻ്റെ ആവശ്യം നിർവഹിച്ച് തീരാൻ റസൂലുള്ള ക്ഷമിച്ചു. മനസ്സിലായില്ലേ? ആളുകൾ ബഹളം വെച്ചു, അയാൾ മൂത്രമൊഴിക്കുകയാണ്, അയാൾ അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് മൂത്രമൊഴിക്കുന്നത്. ബഹളം വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അതേറ്റിട്ട് തിരിയും. ഓരോരുത്താണ് അയാളുടെ വിസർജ്യം വീണത്. മനസ്സിലായില്ലേ? ബഹളം വെച്ചിട്ടുണ്ടെങ്കിൽ അതേറ്റ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സ്ഥലത്താവും, പിന്നെ ഔറത്തും കാണും. ആറാബിയാണ്. അതുകൊണ്ട് റസൂലുള്ള അടങ്ങാൻ പറഞ്ഞ് അയാൾ ആവശ്യം നിർവഹിച്ച് തീർന്ന് റസൂലുള്ള ബഹളം വെച്ചവരോട് അവിടെ വെള്ളം ഒഴിച്ച് ശുദ്ധിയാക്കാൻ പറഞ്ഞു. ആറാബിനെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുകയാണ്. എന്താ സംസാരിച്ചത്? പള്ളി എന്ന് പറഞ്ഞാൽ ആളുകളുടെ വിസർജ്യങ്ങൾ തള്ളാനുള്ള സ്ഥലമല്ല. പള്ളി അള്ളാഹ്ക്ക് ദിക്റെടുക്കാൻ, നമസ്കരിക്കാൻ, ഖുർആൻ പാരായണം നടത്താൻ, ഇതിനുള്ള സ്ഥലമാണ് എന്ന് ആറാബിനോട് പറഞ്ഞു. അള്ളാഹ്ക്ക് ദിക്റെടുക്കാൻ, ഖുർആൻ പാരായണം നടത്താൻ, നമസ്കരിക്കാനുള്ള ഒരു ഇടമാണല്ലോ താൻ മലിനപ്പെടുത്തിയത് എന്നുള്ള ബോധ്യം ആറാബിയിലുണ്ടായി. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രൂക്ഷമായിട്ട് പ്രതികരിച്ചില്ല. അപ്പം ആറാബി വാനത്തേക്ക് കൈ ഉയർത്തിയിട്ട് പറയാണ്, അല്ലാഹുമ്മ അർഹംനി വ മുഹമ്മദ വലാ തർഹം മഅനാ അഹദാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വിശാല മനസ്കതയിൽ, സ്വഭാവ മഹാത്മ്യത്തിൽ സ്വാധീനിക്കപ്പെട്ട ആറാബി, അള്ളാഹുവെ എന്നോടും മുഹമ്മദിനോടും നീ കരുണ കാണിക്കണമേ, ഞങ്ങളോടൊപ്പം വേറൊരാളോട് കരുണ കാണിക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി അവിടെ ഇടപെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആറാബിയോട് പറഞ്ഞു, ലഖദ് ഹജ്ജർത വാസിയൻ. എന്താ ലഖദ് ഹജ്ജർത വാസിയൻ? അള്ളാഹിൻ്റെ കാരുണ്യം വിശാലമാണ് എല്ലാ പടപ്പുകൾക്കും, വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും, മുസ്ലിമിനും അമുസ്ലിമിനും, എല്ലാ ജീവജാലങ്ങൾക്കും വിശാലമാണ് അള്ളാഹിൻ്റെ കാരുണ്യം. അങ്ങനെയുള്ള കാരുണ്യം നിങ്ങൾ ഇടുസാക്കി കളഞ്ഞല്ലോ. അതായത് എനിക്കും മുഹമ്മദിനും എന്ന് പറയുമ്പോൾ രണ്ടാൾക്കിടയിൽ അതിനെ പരിമിതപ്പെടുത്തുക ചെയ്യുന്നത്. അവിടെ ഇടപെട്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ? അള്ളാഹു വിശാലമാക്കി അവതരിപ്പിച്ചതിനെ ഇടുസാക്കാൻ ഒരാൾക്ക് എന്തില്ല? അവകാശമല്ല. ഇവിടെ അള്ളാഹുവിൻ്റെ പാപമോചനം എല്ലാവർക്കും വിശാലമാണ്. അത് എത്ര തെറ്റ് ചെയ്തവൻ, മാനം മുട്ടേ തെറ്റ് ചെയ്തവൻ അള്ളാഹിനോട് പൊറുക്കലിനെ തേടി വന്നിട്ടുണ്ട് എങ്കിൽ മാനം മുട്ടേ അള്ളാഹു സുബ്ഹാനഹു വ തആല പാപമോചനം അരുളും എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വിശാലമായി പൊറുക്കുന്ന അള്ളാഹുവാണ് നമ്മുടെ റബ്ബ്.
മേലായ തമ്പുരാൻ. അപ്പം ആളുകൾ ആ അള്ളാഹുവിനെ കുറിച്ച്, ഞാൻ പാപിയല്ലേ, ഞാൻ ദോഷിയല്ലേ, ഞാൻ കുറേ തെറ്റ് ചെയ്തവനല്ലേ, ഞാൻ എങ്ങനെ അള്ളാഹിനോട് നേരിട്ട് തേടും, അള്ളാഹിനെ നേരിട്ട് ഞാൻ എങ്ങനെ വിളിക്കും? അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിൽ നിന്ന് തെറ്റുന്നത്. ഒരു പ്രധാനമന്ത്രിയെ വരെ നമ്മൾ നേരിട്ട് സമീപിക്കാൻ കഴിയില്ല. നമുക്ക് അവിടെ MLA വേണം, നമുക്ക് MP വേണം, ഇടയാളന്മാർ വേണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അപ്പോൾ അള്ളാഹുവിലേക്ക് നമ്മൾ ഖേദിച്ച് മടങ്ങാൻ, തൗബ ചെയ്യാൻ നമുക്ക് മധ്യവർത്തികൾ വേണം, ഇടയാളന്മാർ വേണം, വലിയ വേണം, നബി വേണം. ഇങ്ങനെയാണ് ഇടയാളന്മാർ വരുന്നത്. യഥാർത്ഥത്തിൽ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ പാപമോചനത്തിൻ്റെ വിശാലത, അതിലൊരിക്കലും ആളുകളെ നിരാശപ്പെടുത്താൻ പാടില്ല. അത് എത്ര പാപിയാണ് എങ്കിലും ആ പാപികൾക്കൊക്കെ അള്ളാഹു അരുളും. പക്ഷെ അള്ളാഹുവിലേക്ക് നേരിട്ട് മടങ്ങുന്ന, അള്ളാഹുവെ നേരിട്ട് വിളിക്കണ, അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്ന ഒരു മനസ്സുണ്ടായാൽ മതി. ഒരു ഹദീസ് എന്താ? ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് സഹീഹായി നിവേദനം ചെയ്യുന്ന ഹദീസ്, സിൽസിലത്തുൽ അഹാദീസ് സഹീഹയിൽ ഷെയ്ഖ് അൽബാനി ഉദ്ധരിച്ച സംഭവമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മറ റജുലും മിമ്മൻ കാന ഖബ്ലകും ബിജുംജുമത്തിൻ. നിങ്ങളുടെ മുമ്പ് പൂർവ്വ സമൂഹങ്ങളിൽ ഒരു വ്യക്തി ഒരു ജുംജുമയുടെ അടുക്കലൂടെ നടന്നു. ജുംജുമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലയോട്ടി. മനുഷ്യന്മാർ മരിച്ച് ദ്രവിച്ച് തലയോട്ടി ശേഷിക്കൂലേ, ആ തലയാട്ടിയുടെ അടുക്കലൂടെ നടന്നു. ഫനദറ ഇലൈഹ, ആ നടന്നു പോകുന്ന വ്യക്തി തലയോട്ടി നോക്കി. എന്നിട്ട് ഫഹദ്ദസ നഫ്സഹു ബിശൈഇൻ, അയാൾ ആത്മകഥ നടത്തി എന്തോ പറഞ്ഞു, എന്തോ മനസ്സിൽ മന്ത്രിച്ചു. സുമ്മ ഖാൽ, എന്നിട്ട് ഈ തലയോട്ടി നോക്കി ആത്മകഥ നടത്തി പോകുന്ന വ്യക്തി പറയാണ്, യാ റബ്ബ് അൻത വ അന അൻതൽ അവ്വാദു ബിൽ മഗ്ഫിറ വ അനൽ അവ്വാദു ബിൽ ദംബ്. എന്താണ് വ്യക്തി പറഞ്ഞത്? എന്താ? യാ റബ്ബേ അൻത അന എന്ന് പറഞ്ഞാ അതിൻ്റെ ഉദ്ദേശം തന്നെ, അൻതൽ അവ്വാദു ബിൽ മഗ്ഫിറ, നീ പാപം പൊറുത്തുകൊണ്ടേ ഇരിക്കും. വാന അവ്വാദു ബിൽ ദംബ്, ഞാനോ മനുഷ്യനാണ്, തെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മനുഷ്യൻ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റ് പുറത്തുകൊണ്ടേയിരിക്കും. ഇതാണ് ആ വ്യക്തി പറഞ്ഞത്. അതല്ലേ നമ്മൾ വായിക്കുന്നത്, പകലിൽ തെറ്റ് ചെയ്യുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു കൈയും രാത്രി നീട്ടിക്കൊണ്ട് രാത്രി സ്വീകരിക്കുന്നതാണ്. രാവിലെ തെറ്റ് ചെയ്യുന്നവർ അവരുടെ തൗബ സ്വീകരിക്കാൻ അല്ലാഹു പകലിൽ കൈ നീട്ടിയിരിക്കുമെന്നാണ്. അപ്പം എന്താണ്? മനുഷ്യർ തെറ്റ് ചെയ്യും, തൗബ ചെയ്താൽ, പശ്ചാത്തപിച്ചാൽ അല്ലാഹു അവരെ സ്വീകരിക്കും. ഇതാണ് പറയുന്നത്, അൻത അവ്വാദു ബിൽ മഗ്ഫിറ വ അന അവ്വാദു ബിൽ ദംബ്. അങ്ങനെ വഖറ ലില്ലാഹി സാജിദൻ, ഈ വ്യക്തി അള്ളാഹ്ക്ക് സുജൂദ് ചെയ്ത് അവിടെ വീണ്. ഈ തലയോട്ടി കണ്ടിട്ട് ഇത് പറഞ്ഞിട്ട് ആ വ്യക്തി സുജൂദ് ചെയ്ത് പ്രണമിച്ചു വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫഖീല ലഹു, ആ വ്യക്തിയോട് പറയപ്പെട്ടു, ഇർഫഅ റഅസക്, സുജൂദിൽ നിന്ന് തല ഉയർത്തു. ഫഅൻതൽ അവ്വാദു ബിദ്ദംബ് വ അനൽ അവ്വാദു ബിൽ മഗ്ഫിറ, നീ തെറ്റ് ആവർത്തിച്ച് ചെയ്യുന്നവനാണ്, ഞാൻ തെറ്റ് ആവർത്തിച്ച് പൊറുക്കുന്നവനാണ്. തല ഉയർത്താൻ പറഞ്ഞു. മനസ്സിലായി? അപ്പോൾ ഈ വ്യക്തി ഒരു പാപിയാണ്. ഒരു തലയോട്ടി കണ്ടപ്പോൾ, ആ ജീർണിച്ച തലയോട്ടി കണ്ടപ്പോൾ ആ വ്യക്തിക്ക് തൻ്റെ ഫ്യൂച്ചർ, തൻ്റെ ഭാവി മനസ്സിൽ വന്ന് കാണും. ഞാനും മരിക്കും, ഞാനും ജീർണിക്കും, എനിക്കും ഈ തലയോട്ടിക്കുണ്ടായ ഒരു ഫ്യൂച്ചർ ഉണ്ട് എന്ന് അയാൾ വായിച്ചിരിക്കും. അതോടൊപ്പം അയാൾ തെറ്റ് ചെയ്യുന്നവനാണ്. പക്ഷേ തെറ്റ് ചെയ്യുന്നവനാണെങ്കിലും പടച്ചവനെ കുറിച്ച് ബോധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തെറ്റ് ആവർത്തിക്കുന്നു, നീ തെറ്റ് പൊറുക്കുന്നതും ആവർത്തിക്കുന്നു. സുജൂദ് ചെയ്ത് വീണ് ആ ഒരു മനസ്ഥിതി വേണം. സുജൂദ് ചെയ്ത് അള്ളാഹിനോട് കരയാനും അള്ളാഹിനെ വിളിക്കാനുള്ള മനസ്ഥിതി വേണം. അപ്പോഴാണ് അള്ളാഹു പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, തല ഉയർത്താൻ അയാളോട് സുജൂദിന് ഉയരാൻ പറഞ്ഞു. എന്നിട്ട് പറയാണ്, നീ തെറ്റുകൾ ആവർത്തിക്കും, ഞാൻ പാപമോചനം അരുളുന്നതും ആവർത്തിക്കും എന്ന്. ഇത് സഹീഹായി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ പ്രത്യേകത. അള്ളാഹു വിശാലമായി മാപ്പരുളുന്ന മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ചരിത്ര സംഭവങ്ങൾ ചിലത് ഈ വിഷയത്തിൽ ഉണർത്താനുള്ളത്. ഇന്ന് നമ്മുടെ പൂർവികർ അള്ളാഹുവിൻ്റെ ഈ ഗാഫിർ, ഗഫാർ, ഗഫൂർ തുടങ്ങിയ പേരുകൾ അറിയിക്കുന്ന,
അള്ളാഹുവിൻ്റെ പാപമോചനത്തെ അറിയിക്കുന്നതായ ഈ പേരുകളിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയിരുന്നു. അള്ളാഹു പൊറുക്കും. അതുകൊണ്ട് തന്നെ അവരുടെ പരസ്പരമുള്ള പ്രാർത്ഥനാ വചനങ്ങളിൽ ഇത് നിറഞ്ഞു നിന്നിരുന്നു. അതായത് ഇപ്പോൾ ഒരാളോട് സംസാരം, അപ്പം അയാളുടേത് തെറ്റാണ് എങ്കിൽ തന്നെ ഗഫറല്ലാഹു ലക്, അള്ളാഹു നിനക്ക് പൊറുക്കട്ടെ. ഒരാൾ അയാളുടെ ഒരു ചെയ്തി അതിൽ വീഴ്ചയുണ്ട് എങ്കിൽ അയാളോടുള്ള സംഭാഷണത്തിൽ ഗഫറല്ലാഹു ലക്, അള്ളാഹു നിങ്ങളോട് പൊറുക്കട്ടെ. ഇങ്ങനെ കുറേ സംഭവങ്ങൾ കാണാൻ സാധിക്കും. അത് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് നമ്മളും ഇത്തരം പ്രാർത്ഥനാ വചനങ്ങളാണ് നമ്മുടെ അധരങ്ങളിൽ കൊണ്ടുവരേണ്ടത്. ഇപ്പം കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ രക്ഷിതാക്കൾ ശപിക്കും, അതല്ല വേണ്ടത്. ഒരു വ്യക്തി തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ ആ വ്യക്തിയെ ശപിക്കും, അതല്ല വേണ്ടത്. പിന്നെയോ അയാൾക്ക് പാപം പൊറുക്കാൻ തേടുക, അയാൾക്ക് നേർവഴിക്ക് തേടുക, നല്ലത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തേടുക, അതാണ് വേണ്ടത്. ഞാൻ ഉദാഹരണങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ചില വിഷയങ്ങൾ ഇവിടെ ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാം. ഹുദൈഫ് ഇബ്നുൽ ഹാരിസ് പറയാണ്, മറർതു ബി ഉമറ റളിയല്ലാഹു തആല അൻഹു വമഅഹു നഫറുൻ മിൻ അസ്ഹാബി. ഞാൻ ഉമർ റളിയല്ലാഹുവിനോടൊപ്പം നടന്നു. ഉമറിനോടൊപ്പം കുറേ ആളുകളുണ്ട്. ഫഅദ്റകനി റജുലുൻ മിൻഹും. അപ്പോൾ ഉമറിനോടൊപ്പമുള്ളവരിൽ ഒരു വിഭാഗം ആളുകൾ ഈ ഹുദൈഫ് ഇബ്നുൽ ഹാരിസിൻ്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് ഉമറിൻ്റെ അടുത്ത് വന്ന ആള് ഹുദൈഫിനോട് പറയാണ്, യാ ഫത, അല്ല യുവാവേ, ഉദുല്ലാഹ ലീ ബിഖൈരിൻ ബാറകല്ലാഹു ഫീക്, ഉദുല്ലാഹ ലീ ബിഖൈരിൻ, എനിക്ക് നന്മക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹിനോട് തേടണം. ബാറകല്ലാഹു ഫീക്, അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് അരുളട്ടെ. ഇത് ഹുദൈഫിനോട് ഉമറിൻ്റെ അടുത്ത് വന്ന വ്യക്തിയാണ് പറഞ്ഞത്. ഫഖുൽതു, ഹുദൈഫ് പറയാണ്, വമൻ അൻത റഹിമകല്ലാഹ്, വമൻ അൻത് റഹിമകല്ലാഹ്, അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കട്ടെ, നിങ്ങൾ ആരാണ്? അപ്പം ആഗതൻ പറയാണ്, അന അബൂദർ, ഞാൻ അബൂദറാണ്. ആരാ അബൂദർ? സഹാബിയാണ്. ജുന്ദബ് ഇബ്നു ജുനാദ എന്ന പേരുള്ള അബൂദറുൽ ഗിഫാരിയാണ് ഞാൻ എന്ന് അദ്ദേഹം പറയണം. ഫഖുൽതു ലഹു, അപ്പോൾ ഹുദൈഫ് ഇബ്നുൽ ഹാരിസ് പറയാണ്, ഞാൻ അബൂദറിനോട് പറഞ്ഞു, യഗ്ഫിറുല്ലാഹു ലക്, അള്ളാഹു നിങ്ങളോട് പൊറുക്കട്ടെ. അൻത അഹഖ്. എന്താ അൻത അഹഖ്? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്, പിന്നെയോ നിങ്ങൾ എനിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഹുദൈഫ് ഇബ്നുൽ ഹാരിസ് പിൽക്കാലക്കാരനാണ്, വളരെ പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ച ആളാണ്. അബൂദർ അൽ ഗിഫാരിയോ, അദ്ദേഹം ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിന് വേണ്ടി കുറേ ത്യാഗങ്ങൾ സഹിച്ച വ്യക്തിയാണ്. അപ്പം ആരാ പ്രാർത്ഥിക്കേണ്ടത്? അബൂദറാ പ്രാർത്ഥിക്കേണ്ടത്. ആർക്ക് വേണ്ടിയിട്ട്? ഹുദൈഫിന് വേണ്ടിയിട്ട്. ഇത് അബൂദർ അവിടുന്ന് വന്നിട്ട് പറയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്ന്. അപ്പം അബൂദർ പറയാണ്, നോക്കണം ഇവിടെ എന്തെന്നാ അബൂദർ അവിടുന്ന് വന്നിട്ട് ഇയാളോട് പ്രാർത്ഥിക്കണം എന്നുള്ളത്. ഇന്നി സമീഅതു ഉമറ യഖൂൽ, ഉമർ പറയുന്നത് ഞാൻ കേട്ടു, നിഅമൽ ഗുലാം, നിങ്ങളെക്കുറിച്ച്, നിങ്ങൾ എത്ര നല്ല ഒരു ഗുലാമാണ്, കുട്ടിയാണ്. ഹുദൈഫിനെ കുറിച്ച് ഉമർ പറഞ്ഞു, നിങ്ങളൊരു നല്ല കുട്ടിയാണ് എന്ന് പറഞ്ഞു. വസമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നല്ലാഹ അസ്സ വജല്ല വദഅൽ ഹഖ്ഖ അലാ ലിസാനി ഉമറ യഖൂലു ബിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹഖിനെ, സത്യത്തെ ഉമറിൻ്റെ നാവിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ഉമർ പറയുന്നത് സത്യമാണ്. ഇത് ആര് കേട്ടിട്ടുണ്ട്? അബൂദർ കേട്ടിട്ടുണ്ട്. ഉമറിൻ്റെ വിഷയത്തിൽ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ഹഖിനെ, സത്യത്തെ ഉമറിൻ്റെ നാവിൽ വെച്ചിട്ടുണ്ട്, ഉമർ പറയുന്നത് സത്യമാണ്. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഉമർ നിങ്ങളെ കുറിച്ച് നിഅമൽ ഗുലാം, എത്ര നല്ല കുട്ടി എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ഉമർ അങ്ങനെ പ്രശംസിച്ച നിങ്ങൾ, ഉമറെ പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, എനിക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യണം. മനസ്സിലായില്ലേ? ഇത് ആര്? അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല പറയാണ്. ഇവിടെ അബൂദർ ഇങ്ങോട്ട് ആവശ്യപ്പെടേണ്ടവനല്ല, അബൂദറിനോട് അങ്ങോട്ട് ആവശ്യപ്പെടേണ്ടവനാണ്. അതാണ് ഹുദൈഫിൻ്റെ നിലപാട്.
അതിലാണ് പറഞ്ഞത് യഗ്ഫിറുല്ലാഹു ലക അബൂദർ, അള്ളാഹു നിങ്ങളോട് പൊറുക്കട്ടെ. അബൂദർ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് പൊറുക്കട്ടെ. അതാണ് നമ്മുടെ വിഷയം. മനസ്സിലല്ലേ? ഈ ഒരു പ്രതികരണം, അള്ളാഹു പാപം പൊറുക്കാൻ സുഹൃത്തിന് വേണ്ടിയിട്ടുള്ളതായ ഈ തേട്ടം, ഈ പ്രതികരണം, അതൊരു സ്വഭാവമാകണം, ശീലാകണം. അതോടൊപ്പം അബൂദർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വിനയം, അത് നമ്മൾ ഇവിടെ പഠിക്കണം. മനസ്സിലായില്ലേ? രണ്ടാളുകൾ, ഹുദൈഫ് ചെറുപ്രായക്കാരൻ, അബൂദർ ഇസ്ലാമിൽ തുടക്ക നാളിൽ വന്ന ആളാണ്. നമുക്കറിയാം അബൂദറിൻ്റെ ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടി. രഹസ്യ പ്രബോധനത്തിൻ്റെ 3 വർഷം മക്കയിൽ നടക്കുന്ന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശബ്ദമുയർത്തിയിട്ട് ദഅവത്ത് നടത്താൻ സ്വാതന്ത്ര്യമല്ല. നബിയെക്കുറിച്ച് അന്ന് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത് അസാബി എന്നാണ്. സാബി എന്നാണ് പുത്തൻവാദി. നബിയെ നബി എന്ന് പറയില്ല. പിന്നെയോ മക്കക്കാർ പറഞ്ഞത് സാബി എന്നാണ്, പുത്തൻവാദി എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു പുത്തൻവാദി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിക്കല്ല, പിന്നെ ഒരു പുത്തൻവാദി ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞെങ്കിൽ അടിയിട്ടുന്ന കാലഘട്ടമാണ് ചോദിക്കുന്നവന്. അങ്ങനെയാണ് ഖുറൈശികളുടെ നിലപാട്. അടിയന്തരാവസ്ഥ മക്കയിൽ. അന്ന് അബൂദർ അൽ ഗിഫാരി ഇസ്ലാം സ്വീകരിക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെ അബൂദർ അൽ ഗിഫാരി ഗിഫാർ ഗോത്രത്തിൽ നിന്ന് മക്കയിലെത്തി. മിണ്ടാൻ പാടില്ല. അബൂദർ മുസ്ലിമും ആയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിച്ച് ആദ്യം സഹോദരൻ ഉനൈസിനെ പറഞ്ഞയച്ച്, ഉനൈസ് കുറേ വിവരങ്ങളൊക്കെ, കാരണം ഇതൊന്നും പരസ്യമായിട്ട് കുറേ ചോദിച്ചു വാങ്ങാൻ പറ്റിയ സന്ദർഭമല്ല അന്ന്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ വിവരങ്ങൾ ഉനൈസ് പറഞ്ഞു കൊടുത്ത് അതിൽ സംതൃപ്തനാകാതെ അബൂദർ ഉടലോടെ വരികയാണ് മക്കയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖം കാണിക്കാൻ. അങ്ങനെ മക്കയിലെത്തി. ഞാൻ മുസ്ലിമാണെന്നോ, ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്നാണെന്നോ, ഞാൻ മുഹമ്മദിനെ കേൾക്കാൻ വേണ്ടി ഒന്നും ചോദിച്ചിട്ടില്ല. ഇവിടെ ഒരു പുത്തൻവാദി ഉണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടുള്ളൂ. അതിലടി കിട്ടി അബൂദറിന്, അതിലടി കിട്ടി. അപ്പം അബൂദർ അവിടെ വെച്ചിട്ട് ശപഥം ചെയ്യാണ്, ഇനി മുഹമ്മദിനെ നേരിൽ കാണുന്നത് വരെ ഞാൻ ആരോടും ചോദിക്കൂലാണ്. അങ്ങനെയാണ് അബൂദർ അൽ ഗിഫാരി കഅബയുടെയും കഅബയുടെ കിസ്വയുടെയും ഇടയിൽ 30 ദിവസം സംസം മാത്രം കുടിച്ച് പശിയടക്കി കഴിഞ്ഞത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പൗർണമി രാവിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ദാറുൽ അർഖമിൽ നിന്ന് ഇറങ്ങി കഅബ തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോഴാണ് അബൂദർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നത്. ഒരു ചരിത്ര സംഭവം ഉണ്ട് ആ വിഷയത്തിൽ. 2 സ്ത്രീകൾ തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അവർ മുശ്രിക്കത്തുകളായിരുന്നു. അവർ തവാഫ് ചെയ്തിട്ട് ഇസാഫ് നായില വിഗ്രഹങ്ങളുടെ അടുക്കൽ പ്രാർത്ഥിക്കാൻ നിന്നു. ഇസാഫ് നായില വിഗ്രഹങ്ങൾ നമ്മുടെ ഉണർത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ കഅബത്തിനകത്ത് വേണ്ട വൃത്തി ചെയ്തപ്പോൾ അവരെ കല്ലാക്കി മാറ്റി. വിവസ്ത്രരായിട്ടുള്ള ആ രൂപത്തിലാണ് അവരുടെ രൂപം ഉണ്ടായിരുന്നത്. അതിനെ പിന്നെ അവർ കുറേ കഅബത്തിനകത്ത് പ്രതിഷ്ഠിച്ചിരുന്നു. പിന്നെ കഅബത്തിന് പുറത്തെടുത്തിട്ട് പിന്നെ കുറേ സഫ മർവയുടെ അവിടെ 2 ഇടത്തും പ്രതിഷ്ഠിച്ചിരുന്നു. പിന്നെ അത് ഹജറിൻ്റെ അടുക്കൽ പ്രദർശിപ്പിച്ചിരുന്നു. ഇസാഫിൽ നിന്ന് അവർ തവാഫ് തുടങ്ങും. ഇസാഫ് ആണാണ്, ആണിനെ കല്ലാക്കിയതാണ് ഇസാഫ്. ഇസാഫാണ് ആണിൻ്റെ പേര്. നായില പെണ്ണാണ്. ഇവർ രണ്ടാളും കൂടി കെട്ടിപ്പിടിച്ച് കഅബത്തിനകത്ത് അവരുടെ ദുർവൃത്തി ചെയ്തപ്പോൾ രക്ഷിച്ച് കല്ലാക്കിയതാണ്. വിഗ്രഹങ്ങളെ പൂജിക്കുന്നവർ, അള്ളാഹുവിൽ നിന്ന് പിടുത്തം വിട്ടവന് പിന്നെന്താ, അവൻ എല്ലാത്തിനെയും പൂജിക്കും. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്ത് ഈ വിഗ്രഹങ്ങളെ പൂജിക്കാൻ തുടങ്ങി, ഇസാഫ് നായിലയെ. അപ്പോൾ ഇസാഫിനെ ഒരിടത്തും പ്രതിഷ്ഠിച്ചു, നായിലയെ വേറൊരിടത്തും പ്രതിഷ്ഠിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തമാകുന്ന കാലഘട്ടത്തിൽ ഇവർ കഅബ തവാഫ് ചെയ്യും മുശ്രിക്കീങ്ങൾ. അവ തവാഫ് തുടങ്ങൽ ഇസാഫിൽ നിന്നാണ്, അവസാനിപ്പിക്കൽ നായിലയിലാണ്. അവിടേക്ക് എത്തിയിരുന്നു. ഏതായാലും 2 സ്ത്രീകൾ വന്നു. അവരെന്ത് ചെയ്യണം, ഇസാഫ് നായിലൻ്റെ അടുത്ത് നിന്നപ്പോൾ അബൂദർ അൽ ഗിഫാരി ഇത് കണ്ട് അദ്ദേഹം ആരോടൊന്നും മിണ്ടൂല്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കണാണ്. 30 ദിവസമായി ഈ സ്ത്രീകൾ ഇവിടെ നിൽക്കണത് കണ്ടപ്പോൾ അബൂദർ പറഞ്ഞു, വലാകിൻ ഹനു മിസ്ലൽ ഖശബ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞെങ്കിൽ ഇത് തുണിയില്ലാതെ നിൽക്കുന്ന വിഗ്രഹമാണല്ലോ, അതിൻ്റെ ലിംഗം അത് മരക്കഷ്ണം പോലെയാണ് എന്ന് പറഞ്ഞ് അബൂദർ അതിൻ്റെ ഒരു മൂപ്പര വികാരത്തോടെ പറഞ്ഞതാണ്. ഈ സ്ത്രീകൾ ആകെ നെട്ടിപ്പോയി. കാരണം അവർ പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന വിഗ്രഹങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അതിൻ്റെ ലിംഗം മരക്കഷ്ണം പോലെയാണ്. അവരെന്ത് ചെയ്ത് ഇത് പുത്തൻവാദിയാണെന്ന് പറഞ്ഞു.
ആര് ഇത് പറഞ്ഞത് പുത്തൻവാദിയാണെന്ന് പറഞ്ഞു. ഈ സ്ത്രീകൾ ഓടുകയാണ്. ഓടുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും രാത്രി തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ഈ സ്ത്രീകൾ ഓടുന്നുണ്ടപ്പോൾ ചോദിച്ച് എന്താണ്? അപ്പോൾ ഈ സ്ത്രീകൾ പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂബക്കറിനോട് അവർക്ക് റസൂലുള്ളാഹിനെ കുറിച്ചും അബൂബക്കറിനെ കുറിച്ചും അറിയില്ല. അസാബി ഉബൈനൽ കഅബതി വ കിസ്വതിഹ, ഒരു പുത്തൻവാദി കഅബയുടെയും കഅബയുടെ കിസ്വൻ്റെ ഇടയിൽ നിൽക്കണെന്ന് പറഞ്ഞു ഈ പെണ്ണുങ്ങൾ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായി ഇവർ വരുന്ന പുത്തൻവാദി മനസ്സിലായില്ലേ എന്താണ് എന്നുള്ളത്. അപ്പോൾ ഈ സ്ത്രീകളോട് പോകാൻ പറഞ്ഞ് പുത്തൻവാദിയെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്നുള്ള നിലക്ക് അവരോട് പോകാൻ പറഞ്ഞു. ഏതായാലും സ്ത്രീകൾ പോയി. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറും സ്ത്രീകൾ വിരൽ ചൂണ്ടിയിടത്തേക്ക് വന്നപ്പോൾ അവിടെ അബൂദർ അൽ ഗിഫാരിയാണ്. അബൂദർ അൽ ഗിഫാരി ആദ്യമായിട്ട് റസൂലുള്ളാഹിനെ കണ്ട മാത്രയിൽ റസൂലുള്ളാഹിക്ക് സലാം ഓതിയിട്ട് ചെയ്തു. പിന്നെ തൻ്റെ വിഷയങ്ങൾ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് പറയാൻ സമ്മതിച്ചില്ല. ദാറുൽ അർഖമിലേക്ക് തങ്ങളുടെ പിന്നാലെ വരാൻ പറഞ്ഞു. കാരണം അടിയന്തരാവസ്ഥയാണ്. മറ്റുള്ളവർ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ജീവൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പിന്നെ അബൂദറിനെ ദാറുൽ അർഖമിലേക്ക് വിളിച്ചു. പിന്നെ ഇസ്ലാം സ്വീകരിച്ച സംഭവം ഞാൻ പറഞ്ഞിരുന്നത്, അബൂദർ അക്കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, വലിയ സാഹസം സഹിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സാക്ഷ്യവചനം ചൊല്ലി അതിൻ്റെ ആശയം ഒഴിഞ്ഞപ്പോൾ അബൂദർ പറയുന്നുണ്ട്, അന്ന് രഹസ്യ പ്രബോധനാണല്ലോ, ഇത് മെല്ലെ പറയേണ്ടതല്ല, അത് ഉറക്കെ പറയേണ്ടതാണെന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്. അബൂദർ കഅബത്തിൻ്റെ പരിസരത്ത് വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ഉറക്കെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മക്കക്കാരെ അടിച്ചു വീഴ്ത്തി ബോധരഹിതനായി അബൂദർ എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കണം. എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിന് വേണ്ടി സാഹസം സഹിച്ച അബൂദർ മാത്രമല്ല, ഈ സംഭവം നടക്കുന്നത് ഉമറിൻ്റെ ഖിലാഫത്തിലാണ്. അബൂദറിനെ റസൂലുള്ളാഹി മക്കയിൽ നിർത്തിയില്ല, ഗിഫാർ ഗോത്രത്തിലേക്ക് പറഞ്ഞുവിട്ട് നാട്ടിൽ പോയിട്ട് നാട്ടിൽ ദഅവത്ത് നടത്താൻ പറഞ്ഞു. അങ്ങനെ കിട്ടിയ സത്യം അബൂദർ ഗിഫാർ ഗോത്രത്തിൽ പ്രചരിപ്പിച്ച് അങ്ങനെ ആമുൽ വുഫൂദിൽ ഹിജ്റയുടെ 9ാമത്തെ വർഷം നിവേദക സംഘങ്ങൾ മദീനയെ ലക്ഷ്യമാക്കി വന്നപ്പോൾ ഗിഫാർ ഗോത്രം മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചിട്ട് അബൂദറിൻ്റെ നേതൃത്വത്തിൽ മദീനയിലേക്ക് വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൺകുളിർത്തു. ഗിഫാർ ഗഫറല്ലാഹു ലഹ, ഗിഫാർ ഗോത്രത്തിന് അള്ളാഹു പൊറുക്കട്ടെ എന്ന് പറഞ്ഞാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ മദീനയിൽ സ്വീകരിച്ചത്. ആ ഗോത്രത്തെ മുഴുവൻ ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്തിയ ഫഖർ അതായിരിക്കുള്ളതാ, അള്ളാഹിൻ്റെ ഔദാര്യത്താൽ അബൂദർ ഗിഫാരിക്കുള്ളത്. അത്ര മഹാനായിരുന്നു അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹു. അബൂദർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് ജുന്ദുബ് ഇബ്നു ജുനാദ റളിയല്ലാഹു തആല അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും വളരെ ഇമ്പത്തിൽ സ്വീകരിച്ചിരുന്ന മഹാനായിരുന്നു അബൂദർ. അതുകൊണ്ടാണ് തബൂക്ക് യുദ്ധത്തിൽ മുസ്ലിം സേന തബൂക്കിലേക്ക് പോയി. ഹിജ്റയുടെ 9 തബൂക്ക് യുദ്ധം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ തബൂക്കിലെത്തി. തബൂക്കിലേക്കുള്ള സൈനിക പ്രയാണം വളരെ ശ്രമകരായിരുന്നു. മുസ്ലിമീങ്ങൾ വലിയ വറുതിയിൽ അതേപോലെ തന്നെ ചൂടിൽ ഒക്കെ ആയിരുന്നു ആ കാലഘട്ടം. അതുകൊണ്ടാണ് തബൂക്കിലേക്കുള്ള സൈന്യത്തിന് ജയ്ഷുൽ ഉസ്ര, ഞെരുക്കത്തിൻ്റെ സൈന്യം തന്നെ പേര്. അപ്പോൾ തബൂക്കിൽ നേരത്തെ എത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പല സഹാബികൾ എത്തിയിരുന്നില്ല. ദിൽ ബിജാദൈൻ എന്ന് പറയുന്ന സഹാബി, അതേപോലെ അബൂദർ അൽ ഗിഫാരി, ഇവരൊക്കെ വൈകിയാണ്. ദുൽബിജാദിൻ വൈകിട്ടില്ല, അബൂദർ അൽ ഗിഫാരി അതേപോലെ വേറെ ചില സഹാബികളൊക്കെ വൈകി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്കിൽ നേരത്തെ എത്തിയിട്ട് ഏതെങ്കിലും ആളുകൾ വരുന്നത് കാണുമ്പോൾ ആ നിഴലാട്ടം മരുഭൂമിയുടെ വിദൂരതയിൽ കാണുമ്പോൾ റസൂലുള്ളാഹി പറയും കുൻത അബൂദർ, നീ അബൂദർ ആകട്ടെ എന്ന് പറഞ്ഞാൽ ആ ആഗതൻ അത് അബൂദർ ആയെങ്കിൽ എന്ന് റസൂലുള്ളാഹി ആശിക്കുമാർ റസൂലുള്ളാഹിൻ്റെ ഹൃദയം അബൂദറുമായി അടുത്തായിരുന്നു. അങ്ങനെയാണ് ഒരാൾ നിഴലാട്ടം കാണുന്നത്. റസൂലുള്ളാഹി ആശിച്ചതുപോലെ തന്നെ അത് അടുത്തടുത്ത് വന്നപ്പോൾ അബൂദറായിരുന്നു ഒറ്റക്ക്. അബൂദർ മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് എത്തുമ്പോൾ എത്ര മരിപ്പറമ്പ് താണ്ടണം? നടന്നാണ് വരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്ചര്യചിത്തനായിട്ട് പറയാണ്, അബൂദർ നിങ്ങൾ നടന്നാണോ വരുന്നത്? അപ്പോൾ അബൂദർ പറയാണ്, റസൂലേ ഞാൻ ഒട്ടകപ്പുറത്താണ് വന്നത്, പക്ഷേ ഒട്ടകത്തിന് സ്പീഡില്ല, വേണ്ടത്ര ശേഷിയില്ലാത്ത ഒട്ടകമായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ എത്താനുള്ള ആ തത്രപ്പാടിൽ ആവേശത്തിൽ യാത്രാമൃഗത്തിന് സ്പീഡ് പോരാന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെ ഒഴിവാക്കി. എന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് ഓടിപ്പാഞ്ഞു വരികയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അബൂദർ യഈഷു വഹീദൻ വയമൂതു വഹീദൻ വയുബ്അസു വഹീദ. അബൂദർ
തനിച്ച് ജീവിക്കും, തനിച്ചായിരിക്കെ മരണപ്പെടും. അദ്ദേഹം ഒരിടത്തു നിന്ന് തനിച്ച് ഉയർത്തെഴുന്നേറ്റ് വരും അന്ത്യനാളിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതൊക്കെ അബൂദറിൻ്റെ വിഷയത്തിൽ സത്യമായി പുലരും ചെയ്തു. അബൂദർ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് കിടന്നാണ് മരിച്ചത്. ആരും ഉണ്ടായിരുന്നില്ല. ഭാര്യയും മകനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ വീട്ടിലില്ലാത്ത സമയത്ത് അബൂദർ റബുദയിൽ മരിച്ചു. അവിടെ അബൂദർ മരിച്ചെടുത്ത് തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള കബറിടം ഒരുങ്ങിയത്. അദ്ദേഹം മരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഭാര്യയും മകനൊക്കെ കൂടെ ഉണ്ട്. അപ്പോൾ അബൂദർ ദീനം കൂടുന്നത് കണ്ടപ്പോൾ ഇവർ കരയാൻ തുടങ്ങി. പറഞ്ഞ് കരയണ്ട, ഞാൻ മരിക്കുമ്പോൾ ഞാൻ ഒറ്റക്കായിരിക്കുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം മരിച്ചിട്ടുണ്ട് എങ്കിൽ ഇത് മറമാടാൻ കാര്യത്തിലൊക്കെ ഇനി ആര് എന്ന നിലക്ക് കൂടിയാണ് അവർ പ്രയാസപ്പെട്ടത്. അപ്പോൾ റസൂൽ ഇത് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, വഴി പോയിക്കാൻ പറഞ്ഞു, ആളുകൾ ഇവിടെ വരും. അങ്ങനെ അവർ വഴിയിലേക്ക് നിന്ന സന്ദർഭത്തിലാണ് അബൂദർ തനിച്ച് കടന്നു മരിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീ അബൂദർ റളിയല്ലാഹുവിൻ്റെ ഭാര്യയും മറ്റും വഴിയിൽ നിൽക്കുമ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ വരുന്നത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരികയാണ്. അപ്പോൾ അബൂദറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇബ്നു മസ്ഊദും കൂട്ടരും ഓടി എത്തി. അപ്പോഴത്തേക്ക് അബൂദർ മരിച്ചിരുന്നു. പക്ഷേ അബൂദറിനെ അവരെല്ലാവരും കൂടി എന്ത് ചെയ്തു? ജനാസ സംസ്കരിച്ചു. റബദയിൽ തനിച്ച്. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് വിശുദ്ധ മദീനയിൽ നിന്ന് അകലെ റബദ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി നാളെ പിറ്റേന്ന് അന്ത്യനാളിലേക്ക് ഉയർത്തെഴുന്നേൽക്കുമ്പോഴും അബൂദർ അവിടുന്ന് തനിച്ചാണ് ഉയർത്തെഴുന്നേൽക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അബൂദർ എത്ര മഹാനാണ്. അദ്ദേഹമാണ് ഹുദൈഫ് ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന ചെറുപ്രായക്കാരനോട് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യണം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആ വ്യക്തി ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? അപ്പോൾ അബൂദർ പറയാണ്, ഞാൻ അബൂദറാണ്. അപ്പോൾ യഗ്ഫിറുല്ലാഹു ലക് അൻത അഹഖ്, അള്ളാഹു നിങ്ങളോട് പൊറുക്കട്ടെ, നിങ്ങളാണ് ദുആ ചെയ്യാൻ യോഗ്യൻ, അർഹൻ, ഞാനല്ല എന്ന്. അപ്പോൾ വീണ്ടും അബൂദർ വിനയാനിതനാകുകയാണ്. എന്താ വിനയാനിതനായിട്ട് പറയുന്നത്? അല്ല, ഉമർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് എന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമറിൻ്റെ നാവിൽ അള്ളാഹു ഹക്കിനെ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നല്ലവൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം എന്ന് അബൂദർ റളിയല്ലാഹു അൻഹു പറയാം. മനസ്സിലായോ സഹോദരന്മാരെ? നമ്മളുടെ മുൻഗാമികൾ, സച്ചരിതർ, അവരുടെ ചരിത്രം നമ്മൾ ഇതുപോലെ എടുത്തിട്ടാൽ എത്രയെത്ര സ്വഭാവ മാഹാത്മ്യങ്ങൾ, എത്രയെത്ര നമ്മളുടെ വ്യക്തിത്വ വികാസനത്തിനും മൂല്യാധിഷ്ഠിതമായി നമ്മളുടെ പോഷിപ്പിനും എത്രയെത്ര ഉദാഹരണങ്ങൾ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വിഷയവുമായി ബന്ധപ്പെട്ട് ആ പ്രയോഗം യഗ്ഫിറുല്ലാഹു ലക്, അള്ളാഹു നിങ്ങളോട് പൊറുക്കട്ടെ. മനസ്സിലായില്ലേ? നമുക്ക് അനിഷ്ടമായ, നമുക്ക് വിരക്തമായ ഒരു വാക്കോ പ്രവൃത്തിയോ അപരനിൽ നിന്ന് കണ്ടാൽ പലപ്പോഴും ഇന്നെന്താ സംഭവിക്കുക? ശാപാണ്. ചങ്ങായി തൊലയട്ടവൻ അങ്ങനെ തന്നെ അറിയും. ആൻ്റെ ഒക്കെ കയ്യിൽ ഇപ്പം അത് തന്നെയാണ്, കുണം വെക്കൂല എന്ന് പറയും. മനസ്സിലായി? പക്ഷേ ഇത്തരം പ്രയോഗങ്ങൾ നോക്കൂ നിങ്ങൾ. അള്ളാഹു യഗ്ഫിറുല്ലാഹു ലക്, ഗഫറല്ലാഹു ലക്. ഇതിൻ്റെ ഉദാഹരണങ്ങൾ ഇതുപോലെ വേറെയും കാണാൻ സാധിക്കും. മറ്റൊരു സംഭവം ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തിരുസവിധത്തിലേക്ക് ഓടി വന്നത് അബൂദർദ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഉടുമ്പുണ്ട് അതിൻ്റെ അറ്റം പിടിച്ചിട്ടാണ് ഓടുന്നത്. അതുകൊണ്ട് തന്നെ അബൂദർദ പറയാണ്, കാൽമുട്ട് വെളിപ്പെടുന്നുണ്ട്. അബൂദർ ഓടി വരുമ്പോൾ കാൽമുട്ട് വെളിപ്പെടുന്നുണ്ട്. കുൻതു ജാലിസൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ് അഖ്ബല അബൂബക്കർ ആഖിദൻ ബിതറഫി സൗബിഹി ഹത്താ അബ്ദ അൻ റുക്ബതി. അതാണ് അതിൻ്റെ പ്രയോഗം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂദർ ഓടി വരുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അമ്മ സാഹിബുക്കും ഫഖദ് ഗാമർ. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പ്രകൃതം എപ്പോഴും നന്മയിലേക്ക് മുൻകടക്കുക എന്നുള്ളതാണ്. എന്തോ ഒരു നന്മയിൽ മുന്നേറി വരികയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ആ ആഗമനത്തിൽ അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു.
അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു. ഫസല്ലമ, സലാമോദി. എന്നിട്ട് വഖാൽ, അബൂദർ പറഞ്ഞു, ഇന്നി കാന ബൈനി വ ബൈന ഇബ്നുൽ ഖത്താബി ഷൈ. റസൂലേ, എൻ്റെയും ഇബ്നുൽ ഖത്താബ്, ആരാ ഇബ്നുൽ ഖത്താബ്? ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായി. ഫഅസ്റഅതു ഇലൈഹി ഫനദിംതു. ഞാൻ തിരക്ക് കൂട്ടിയിട്ട് ഉമറിനോട് എന്തോ ഒരു പ്രയോഗം നടത്തി. ഞാനാണ് ധൃതി കാണിച്ചത്. ഒരു പ്രയോഗം ഉമറിനോട് ഞാൻ നടത്തി. സുമ്മ നദീംതു, പിന്നെ എനിക്കതിൽ സങ്കടമായി, ഖേദായി. പറയേണ്ടിണ്ടായിരുന്നില്ല. മനുഷ്യരാണ്. അപ്പോൾ അബൂബക്കർ ഉമറും തമ്മിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആണ് എന്ത് ചെയ്തത്? ഒരു പ്രയോഗം നടത്തിയത് ഉമറിനോട്. അതെന്ത് എന്നുള്ളത് ഇവിടെ അനുസ്മരിച്ചിട്ടില്ല. അബൂബക്കർ പറയാണ്, എനിക്കതിൽ സങ്കടം ഉണ്ടായി, ഖേദമുണ്ടായി. ഞാൻ ഫസഅൽതുഹു അൻ യഗ്ഫിറ ലി, എനിക്ക് പൊറുക്കാൻ ഞാൻ ഉമറിനോട് ആവശ്യപ്പെട്ടു. ആരാ ആവശ്യപ്പെടുന്നത്? അബൂബക്കർ. എന്നോട് പൊറുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. ഫഅബ അലൈ, ഉമർ വിസമ്മതിച്ചു. ഉമർ വിസമ്മതിച്ചത് എന്തിനാ? അത് പൊറുക്കേണ്ട ഒരു വിഷയമായിട്ട് ഉമർ കണക്കിലെടുത്തില്ല എന്നതിനാലാണ്. അബൂബക്കറിനൊക്കെ പൊറുക്കാൻ മാത്രം അങ്ങനെ തെറ്റ് അബൂബക്കറിനെ സംബന്ധിച്ചിടത്തോളം ഉമറിന് നേരെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അതിൽ വിസമ്മതിച്ചു. മാത്രമല്ല ഹത്ത അഗ്ലഖ ബാബഹു ഫീ വജ്ഹി, ഉമർ എന്ത് ചെയ്തു? വീട്ടിൽ പോയിട്ട് കഥ കടച്ചു. അബൂബക്കർ പറഞ്ഞു, ഫഅഖ്ബൽതു ഇലൈക്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നതാണ് റസൂലേ എന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യഗ്ഫിറുല്ലാഹു ലക യാ അബൂബക്കർ, യഗ്ഫിറുല്ലാഹു ലക യാ അബൂബക്കർ, യഗ്ഫിറുല്ലാഹു ലക യാ അബൂബക്കർ. 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഗ്ഫിറുല്ലാഹു ലക യാ അബൂബക്കർ, അബൂബക്കർ നിങ്ങൾക്ക് അല്ലാഹു പൊറുക്കും. 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ആവർത്തിച്ചു പറഞ്ഞു. പിന്നെ ഉമർ, അബൂബക്കർ റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ അടുക്കൽ എത്തി എന്ന് പറഞ്ഞപ്പോൾ ഉമറിന് സങ്കടമായി. അദ്ദേഹം എന്ത് ചെയ്തു? തിരുസവിധത്തിലേക്ക് ഓടിയെത്തി, സലാം പറഞ്ഞു. എന്താ? ഫജഅല വജ്ഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതമഅറ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വിവർണമായി തുടങ്ങി എന്നാണ്. ആർക്ക് നേരെ? ഉമറിന് നേരെ. കാരണം എന്താ? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മാപ്പ് ചോദിച്ചിട്ട് മാപ്പ് കൊടുത്തില്ല, ആ വിഷയത്തിലാണ്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ നിലപാട് എന്താ? ഹത്ത അഷ്ഫഖ അബൂബക്കർ ഫജസ അലാ റുക്ബതിഹി. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വരെ ഉമറിനോട് സഹതാപം, അദ്ദേഹം തന്നെ മുട്ടിൽ കുത്തിയിരുന്നു എന്നാണ്. മുട്ടിൽ കുത്തിയിരുന്നു. കാരണം എന്താ മുട്ടിൽ കുത്തിയിരിക്കാൻ? എൻ്റെ അടുത്താണ് വീഴ്ച പറ്റിയത്, ആരുടെ അടുത്തല്ല? ഉമറിൻ്റെ അടുത്തല്ല എന്നുള്ളത് റസൂലുള്ളാഹിനെ തെര്യപ്പെടുത്താൻ, ബോധ്യപ്പെടുത്താൻ. അബൂബക്കർ പറയാണ്, യാ റസൂലല്ലാഹ് വല്ലാഹി അന കുൻതു അദ്ലം, വല്ലാഹി അന കുൻതു അദ്ലം. റസൂലെ, ഉമറല്ല തെറ്റുകാരൻ, ഞാനാണ് തെറ്റുകാരൻ എന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ടും അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹൻ, പിന്നെ റസൂലുള്ള ചരിത്രം അനുസ്മരിക്കാണ്, ഗതകാലം അനുസ്മരിക്കാണ്. എന്താ റസൂലുള്ള പറഞ്ഞത്? ഇന്നി ഖുൽതു, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅൻ ഫഖുൽതും കദബ്ത് വഖാല അബൂബക്കർ സദഖ്. ഞാൻ നബിയായി വന്ന നാളിൽ ഞാൻ ജനങ്ങളോട് പറഞ്ഞു, അള്ളാഹു എന്നെ ജനങ്ങളെ നിങ്ങളിലേക്ക് അയച്ച റസൂലാണ് ഞാൻ. അപ്പം നിങ്ങൾ ജനങ്ങളെല്ലാവരും പറഞ്ഞത് കദബ്, മുഹമ്മദെ നിങ്ങൾ പറയുന്നത് കളവാണ് എന്നാണ്. അന്ന് അബൂബക്കർ എന്താ പറഞ്ഞത്? അന്ന് അബൂബക്കർ പറഞ്ഞത് സദഖ്, മുഹമ്മദ് പറയുന്നത് സത്യമാണ് എന്നാണ്. വവാസാനി ബിനഫ്സിഹി വമാലിഹി, മാത്രമല്ല അന്ന് അബൂബക്കർ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എന്നെ ആശ്വസിപ്പിച്ച് എനിക്ക് സഹായം നൽകിയ വ്യക്തിയാണ്. ഫഹൽ അൻതും താരിഖൂലി സാഹിബി, ഫഹൽ അൻതും താരിഖൂലി സാഹിബി. അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കൂട്ടുകാരനെ നിങ്ങൾ ഉപദ്രവിക്കാതെ വിടുമോ എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു എന്നാണ്, ആവർത്തിച്ച് ചോദിക്കുകയുണ്ടായി. ഹദീത്തിൽ കാണാം, അബൂ ദർദാ പറയാണ്, ഫമാ ഊദിയ ബഅദഹ, ഈ ഒരു സംഭവം നടന്നതിൽ പിന്നെ അബൂബക്കർ റളിയല്ലാഹു തആല ഒരിക്കലും ഉപദ്രവിക്കപ്പെട്ടിട്ടില്ല എന്നാണ്, ഒരിക്കലും ദ്രോഹിക്കപ്പെട്ടിട്ടില്ല. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനത്തെ വാണിംഗാ നൽകിയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മഹത്വം എന്താ? മഹത്വം നബിയുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി വന്നപ്പോൾ ആദ്യം ഇസ്ലാം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്ത് ചരിത്രം സൃഷ്ടിച്ച മഹാനാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. അതുകൊണ്ട് തന്നെ അബൂബക്കറിനെ വേദനിപ്പിക്കുന്ന ഒരു നിലപാടും ഒരാളിൽ നിന്നും ഉണ്ടാകരുത് എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഷ്കർഷത. അത് ഉമറിനെ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അബൂബക്കറും ഉമറും തമ്മിൽ എന്താ ബന്ധം? അബൂബക്കറും ഉമറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പറയലുണ്ട്, അന വ അബൂബക്കർ വ ഉമർ, അന വ അബൂബക്കർ വ ഉമർ, ജാ അന വ അബൂബക്കർ വ ഉമർ, ഞാനും അബൂബക്കറും ഉമറും വന്നു, ഞാനും അബൂബക്കറും ഉമറും വന്നു. അങ്ങനെയാണ് ഈ ഉമ്മത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ പിന്നത്തെ സ്ഥാനം അബൂബക്കറിനാണ്, അതിൽ കഴിഞ്ഞാൽ പിന്നെ സ്ഥാനം ഉമറിനാണ്. ആ ഉമറിനോടാണ് പറയുന്നത് അബൂബക്കർ റളിയല്ലാഹുവിനെ ദ്രോഹിക്കരുത് എന്ന്. പിന്നെ മറ്റുള്ളവർ ദ്രോഹിക്കുക? ഫമ ഊദിയ ബഅദഹ അബദൻ, ഒരിക്കലും ഉപദ്രവിക്കപ്പെട്ടില്ല ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. പക്ഷേ ഇന്ന് അബൂബക്കർ റളിയല്ലാഹു തആല ഉപദ്രവിക്കപ്പെടുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല ഉപദ്രവിക്കപ്പെടുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹുവിന് നേരെ ശാപം പറയുന്നവരുണ്ട്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പേര് കേൾക്കുമ്പോൾ കാർക്കിച്ച് തുപ്പുന്നവരുണ്ട്. അബൂബക്കർ റളിയല്ലാഹു തആലാൻ്റെ പേര് കേൾക്കുമ്പോഴത്തേക്ക് നെറ്റി ചുളിക്കുന്നവരുണ്ട്. അബൂബക്കർ എന്ന പേരിട്ടാൽ ആ പേരിട്ടവനെ ദ്രോഹിക്കുന്നവർ വരെ ഉണ്ട്. മനസ്സിലായില്ലേ? അതേത് വിഭാഗ? അത് ഷിയ ലോകാണ്. യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഈ ഉമ്മത്തികളിൽ അതിശ്രേഷ്ഠനാണ്. നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗ കവാടം മുട്ടി തുറന്ന് സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെച്ചാൽ, നബി പുങ്കവന്മാരെല്ലാവരും നബിയെ തുടർന്ന് സ്വർഗത്തിൽ പ്രവേശിച്ചാൽ, പിന്നെ മാനുഷ്യകുലത്തിൽ നബിമാർ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആദ്യം സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിരിക്കും എന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നബിമാരുടെ ഭാര്യമാരോ നബിമാരുടെ മക്കളോ അല്ല, പിന്നെയോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിരിക്കും നബിമാർക്കപ്പുറം, മുർസലീങ്ങൾക്കപ്പുറം സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്ന വ്യക്തിത്വം എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഉണർത്തുന്നത് ഇത്തരം പ്രയോഗങ്ങളാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് പൊറുക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ആഗമനത്തിൽ അദ്ദേഹത്തോട് പറയേണ്ടത്, യഗ്ഫിറുല്ലാഹു ലക്, അള്ളാഹു നിങ്ങളോട് പൊറുക്കട്ടെ. ഈ ശീലം അത് നമ്മളും സമ്പാദിക്കേണ്ടതാണ്. അള്ളാഹു പൊറുക്കട്ടെ, അള്ളാഹു മാപ്പാക്കട്ടെ എന്നുള്ളതായ ശീലം. ആരുടെ വിഷയത്തിൽ? നമ്മളുടെ മുമ്പിൽ അല്ലെങ്കിൽ നമുക്ക് നേരെ വീഴ്ച കാണിക്കുന്ന ആളുകൾക്ക് നേരെ ഇത്തരം പ്രാർത്ഥനാ വചനങ്ങൾ അത് നമ്മൾ സമ്പാദിക്കേണ്ടതുണ്ട്. അറബിയിൽ ചൊല്ലാൻ അറിഞ്ഞിട്ടില്ലെങ്കിലും അറിയണ ഭാഷയിൽ ചൊല്ലിയാൽ മതി. പക്ഷേ ഇതിൻ്റെ ആശയം ഇതായിരിക്കണം. ഇന്ന് കുട്ടികൾ, അതേപോലെ തന്നെ വീട്ടിലുള്ള മെമ്പർമാർ, അവരിൽ നിന്നൊക്കെ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ശപിക്കുന്നൊരു സ്വഭാവമാണ്. വിശിഷ്യ രക്ഷിതാക്കളുടെ ദുആ അള്ളാഹു കബൂലാക്കും. മക്കൾക്ക് അനുകൂലമായി ദുആ ചെയ്താലും പ്രതികൂലമായി ദുആ ചെയ്താലും അള്ളാഹു ദുആ കബൂലാക്കും. ദഅവത്തുൽ വാലിദ്, രക്ഷിതാവിൻ്റെ ദുആ, രക്ഷിതാവ് മാതാവാകട്ടെ പിതാവാകട്ടെ, അത് അള്ളാഹു കബൂലാക്കുന്ന ദുആയാണ്. അനുകൂലമായി ദുആ ചെയ്താൽ അത് കിട്ടും, പ്രതികൂലമായി ദുആ ചെയ്താലോ അതും കിട്ടും. അതുകൊണ്ട് തന്നെ മക്കൾ വിശിഷ്യ അവർക്ക് നേരെ നമ്മൾ ഒരിക്കലും ശാപം പറയാൻ പാടുള്ളതല്ല. നമ്മളുടെ ഈറ അവരെ പഴിച്ചു തീർക്കാൻ പാടുള്ളതല്ല. വിശാല മനസ്കതയിൽ പെരുമാറാണ് വേണ്ടത്. എത്രയോ മഹത്തുക്കളെ ഈ ലോകം കണ്ടിട്ടുണ്ട്. ആ മഹത്തുക്കളെയൊക്കെ മഹത്തുക്കളാക്കിയത് മാതാപിതാക്കളുടെ ദുആയാണ്, അനുകൂല ദുആ. മാതാപിതാക്കളുടെ അനുകൂല ദുആയാണ്. ലോകം മുഴുവൻ എതിരായാലും മാതാവും പിതാവും മക്കൾക്ക് അനുകൂലമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഉണ്ടോ? എങ്കിൽ അത്തരം മക്കൾ വിളയാണ് ചെയ്യുക.
ഞാനിവിടെ പലപ്പോഴും ഉണർത്തിയിട്ടുണ്ട്. അബുൽ ഹസൻ അലി നദ്വി, അബുൽ ഹസൻ അലി നദ്വി ആലിമിയാൻ എന്ന പേരിൽ ഇന്ത്യയിൽ പ്രസിദ്ധനായ, ലോകത്ത് തന്നെ പ്രസിദ്ധനായ പണ്ഡിതനാണ് അബുൽ ഹസൻ അലി നദ്വി റഹ്മത്തുള്ളാഹി അലൈഹി. മനസ്സിലായില്ലേ? ഒരു കാലത്ത് അദ്ദേഹം ഉത്തരേന്ത്യയിൽ എത്ര വികൃതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിസരങ്ങളിലുള്ള അയൽപക്കങ്ങളിലുള്ള സ്ത്രീകളെല്ലാവരും അദ്ദേഹത്തെ മാത്രമല്ല ശപിക്കുക, അദ്ദേഹത്തിന് ജന്മം നൽകിയ മാതാവിനെ വരെ ശപിക്കുമായിരുന്നു എന്നാണ്. കാരണം അത്ര വികൃതിയായിരുന്നു അബുൽ ഹസൻ. മനസ്സിലായില്ലേ? പക്ഷേ അബുൽ ഹസൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് ലോകം മുഴുവൻ വെറുത്താലും എതിർത്താലും മാതാവ് വെറുത്തിരുന്നില്ല, എതിർത്തിരുന്നില്ല. വളരെ ധ്യാനിയായിരുന്ന, ഭക്തയായിരുന്നൊരു സ്ത്രീയായിരുന്നു അബുൽ ഹസൻ്റെ മാതാവ്. ഇരുളിൻ്റെ മറവിൽ, രാവിൻ്റെ നിറവിൽ, തൻ്റെ മുസല്ലയിൽ ഈ മകൻ്റെ സന്മാർഗത്തിന്, സൽപാന്താവിന്, വൈജ്ഞാനിക വളർച്ചക്ക്, നല്ല ജീവിതത്തിന് ആ ഉമ്മ പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ അതിൻ്റെ ആ ഭാഗം എഴുതിയത് കണ്ടിട്ടുണ്ടെങ്കിൽ അത്ഭുതമാണ്. അത്രമാത്രം ആ മാതാവ് മനസ്സ് തുറന്ന അള്ളാഹുവിനോട് മകൻ്റെ നന്മയ്ക്ക് വേണ്ടി, നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു എന്നാണ്. എന്താ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്? അബുൽ ഹസൻ അലി നദ്വി ലോക ഭാഷകളിൽ അറിയപ്പെട്ട, വിശേഷ 4 ഭാഷകളിൽ അഗ്രഗണ്യനായ പണ്ഡിതനാണ്. 200ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് അബുൽ ഹസൻ അലി നദ്വി. ഫൈസൽ അവാർഡൊക്കെ നേടിയ ലോക പ്രശസ്ത പണ്ഡിതൻ. നദ്വത്തുൽ ഉലമ എന്ന് പറയുന്ന ഇന്ത്യയിലെ മഹനീയ സ്ഥാപനത്തിൻ്റെ തലവനായിരുന്നു അബുൽ ഹസൻ അലി നദ്വി റഹ്മത്തുള്ളാഹി അലൈഹി. ഒരു കാലത്ത് ലോകം എതിർത്ത്, ലോകർ ശപിച്ച് പഴിച്ച് പറഞ്ഞിരുന്ന ആ വ്യക്തിത്വം, പക്ഷേ അദ്ദേഹത്തിന് അനുകൂലമായിരുന്നു മാതാവിൻ്റെ ഹൃദയവും മാതാവിൻ്റെ തേട്ടവും എന്നുള്ളതാണ്. അതങ്ങനെയാണ് വേണ്ടത്. മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അനുകൂലമായി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഇനി തെറ്റ് കണ്ടാൽ തന്നെ അല്ലാഹു യഹ്ദീക് ഗഫർ അല്ലാഹു ലക്, അള്ളാഹു നിനക്ക് പൊറുക്കട്ടെ, പഠിച്ചവൻ നിനക്ക് നല്ല വഴി കാണിക്കട്ടെ എന്ന രീതിയിലുള്ള പ്രതികരണമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അത് വിശിഷ്യ നമ്മളുടെ മക്കൾക്ക് നേരെ. ഇവിടെ അള്ളാഹുവിൻ്റെ ഗാഫിർ എന്നുള്ള പേര് അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അള്ളാഹു പൊറുക്കും, അള്ളാഹു മാപ്പാക്കും എന്നുള്ള അള്ളാഹുവിൻ്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അതിൽ കുറേ വിധികൾ പഠിക്കാനുണ്ട്, കുറേ വിഷയങ്ങൾ അറിയാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നതായ കുറേ സ്വഭാവങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. ഏതാനും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത്. കുറേ ചരിത്രങ്ങൾ ഇതുപോലെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ ബാക്കി മനസ്സിലാക്കാം. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ തൗഫീഖിലേക്ക് നമ്മളെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം നമുക്ക് ഏവർക്കും അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പൊറുക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരൻ ക്ലാസ്സിൽ പങ്കെടുത്ത സുഹൃത്ത്, നിങ്ങളെ പേര് നാസർ, അബ്ദുൽ നാസർ. അദ്ദേഹത്തിൻ്റെ പിതാവ് പടുത്ത് കുറച്ച് സമയം മുമ്പ് മരണപ്പെട്ട വാർത്ത അറിയിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പിതാവിനോട് പൊറുക്കുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ മഗ്ഫിറത്തും അർഹമത്തും ആ പിതാവിൽ അവതരിപ്പിക്കുമാറാവട്ടെ. ആ പിതാവ് എത്തിപ്പെടുന്ന ഖബറിടത്തെ അള്ളാഹു അവൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പിതാവിനെ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരനും അവരുടെ ബന്ധുമിത്രാദികൾക്കും അള്ളാഹു ഹൃദയ വിശാലത നൽകുമാറാവട്ടെ. അവർക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു മാതാപിതാക്കളും മക്കളുമായി ഈ ദുനിയാവിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും കണ്ണി ചേർത്തു. ഇതേപോലെ സ്വർഗത്തിലും അള്ളാഹു നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഏവരുടെയും പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. ഏറ്റവും നല്ലതിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും അള്ളാഹു നമുക്ക് ഏവർക്കും ഇഹത്തിലും പരത്തിലും കൺകുളിർമ നൽകുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമയേറ്റി അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لهذه البلاد أمنها ورجال أمنها. اللهم احفظ لها ثغور حدودها. اللهم احفظ لها قيادتها وعقيدتها ورخاءها واستقرارها إنك ولي ذلك والقادر عليه.
യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.